പറമ്പിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊരു സ്പെഷ്യൽ ഫ്ലവർ പരിചയപ്പെട്ടാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ കോക്കാച്ചി ഒടിയൻ എല്ലാവർക്കും അറിയില്ലേ? എന്റെ പൊന്നാര ഒടിയനാണിത്. പോയിക്കോ, അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉമ്മ കൊടുക്കാതെ രക്ഷയില്ല, കടിയും കൊടുക്കണം. അതെ. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലൂ ഫ്ലവർ. അപ്പോൾ ഈ ഫ്ലവറിന് നമ്മൾ പേരിട്ടിരിക്കുന്ന കറിവേപ്പില പൂന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ സ്മെല്ല് വന്നിട്ട് ശരിക്കും നമുക്ക് കറിവേപ്പിലേൻ്റെ മണമായിട്ട് തോന്നും. അപ്പം കണ്ടോ, ശരിക്കും നമുക്ക് കറിവേപ്പിലേൻ്റെ മണം പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്ലവറിനെ കറിവേപ്പില പൂന്നാണ് വിളിക്കുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ബ്ലൂ കളറുള്ള ഫ്ലവേഴ്സ് ഒരുപാട് നമ്മുടെ ഈ കാട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴാണ് ഇത് ഉണ്ടായി കാണാറുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് പറിച്ച് കളയാൻ തോന്നുന്നില്ല, അപ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ഈ ഫ്ലവറൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര പശ പോലെ സ്റ്റിക്കി ആവും കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ നീലക്കുറിഞ്ഞി പൂവിൻ്റെ ഒരു സ്റ്റൈലാണ് ഏകദേശം ഈ പൂവ്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടായി കഴിയുകയാണെങ്കിൽ ആ ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ പടർന്നുണ്ടാവും. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ കാണാൻ അതിമനോഹരമാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് കറിവേപ്പിലിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ എന്തുകൊണ്ടും അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ പറിക്കുന്ന ടൈമിൽ നമുക്ക് വേഗം ഇങ്ങനെ ഒടിച്ചതുണ്ടല്ലേ, ഇങ്ങനെ ഒടിച്ച് വേഗം കളയാൻ പറ്റും. അപ്പം ഈ ഫ്ലവർ എനിക്ക് എന്തുകൊണ്ട് വളരെ ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇത് ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ മഴ പെയ്യുന്ന ടൈമിലാകുമ്പോഴേക്കും ഇത് ഡാർക്ക് നമ്മുടെ ഈ മയിലിൻ്റെ ഒക്കെ കഴുത്തിലുള്ള പോലത്തെ കളറിൽ ഇതാകും. അപ്പോൾ അത്ര രസമാണ് ഈ പൂ കാണാനായിട്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഗായ്സ്? ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.